പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും ലേണേഴ്സ് ഹബിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. FIUGPയുടെ രണ്ടാമത്തെ സെമസ്റ്ററിലെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ആദ്യത്തെ ക്ലാസ് നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു അല്ലേ? അപ്പൊ എല്ലാവരും അത് കണ്ട് ആ തിയറി കോൺസെപ്റ്റ് എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായ രീതിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ പ്രോബ്ലം ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാടാ കടക്കാനായിട്ട് പോവാണ്. അപ്പൊ നല്ല റെസ്പോൺസ് ആണ് നിങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. കുറെ പേര് ക്ലാസ്സുകളെല്ലാം കണ്ടു, അഡ്മിഷൻ കുറച്ച് പേരൊക്കെ എടുത്തു നമ്മളെ വിശ്വസിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒപ്പം നിന്ന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുക. അടുത്ത പരീക്ഷ വരുമ്പോഴേക്കും ടെക്സ്റ്റ് ബുക്കിലെ മിക്ക പ്രോബ്ലംസുകൾ നമ്മൾ ചെയ്ത് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്ന് നിങ്ങൾ നോട്ട്സ് ഒക്കെ എഴുതിയെടുത്ത് പഠിച്ച് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്ത് ലേണേഴ്സ് ഹബ് നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. എപ്പോഴും പറയുന്നത് പോലെ തന്നെ എന്ത് സംശയം വന്നാലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സംശയങ്ങൾ നമ്മൾ ഫോണിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവ് സെക്ഷൻ വെച്ചിട്ട് വരെ ഞങ്ങൾ എന്ത് ചെയ്ത് തരൂടാ, നിങ്ങൾക്ക് അത് തീർത്ത് തരുന്നതായിരിക്കും. അപ്പൊ 100% വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഒപ്പം നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ രണ്ടാമത്തെ പാർട്ടാണ്. ക്ലിയർ? അപ്പൊ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ അക്കൗണ്ടിങ് പ്രൊസീജിയർ, സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ അക്കൗണ്ടിങ് പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ എന്താ പഠിച്ച സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രധാനമായിട്ടും ചെറിയ ഓർഗനൈസേഷനുകൾ, സ്മോൾ ഓർഗനൈസേഷൻസുകളിലാണ് ഈ സിംഗിൾ എൻട്രി സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ത് തയ്യാറാക്കുന്നില്ല, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുകളും ബാലൻസ് ഷീറ്റും ഒന്നും വ്യക്തമായ രീതിയിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നില്ല, തയ്യാറാക്കുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്നാലും നമ്മൾ ഒരു പെട്ടിക്കട നടത്തുകയാണെങ്കിൽ പോലും അവിടെ പ്രോഫിറ്റ് ഉണ്ടായോ ഇല്ലേ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലും നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് വഴികളെല്ലാം ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്, പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നോക്കാം, പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റഡ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റും ലോസും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിനുവേണ്ടി രണ്ട് മെത്തേഡുകളാണ് നമുക്കുള്ളത്. ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്, മറക്കരുത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്? രണ്ടാമത്തെ കൺവേർഷൻ മെത്തേഡ്. നമുക്ക് ഈ സിലബസിൽ പ്രധാനമായിട്ടും സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിന്റെ പ്രോബ്ലംസുകളാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്, കൂടുതലായിട്ടും. നമുക്ക് ഈ ചാപ്റ്ററിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിന്റെ മെത്തേഡുകളാണ് നമുക്ക് പ്രധാനമായിട്ട് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനായിട്ടുള്ളത്. പിന്നെ കൺവേർഷൻ മെത്തേഡും ഉണ്ട്, പക്ഷെ അതിന്റെ പ്രോബ്ലംസുകൾ അങ്ങോട്ട് ഡീപ്പായിട്ട് നമുക്ക് ഈ സെമ്മിൽ ഈ ടെക്സ്റ്റ് ബുക്കുകളിലൊന്നും അധികം കൊടുത്തിട്ടൊന്നുമില്ല. അപ്പൊ അത് നമുക്ക് ഭയങ്കര ഡീപ്പായിട്ട് പോകേണ്ടതായിട്ടില്ല. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യൂടാ, പഠിക്കും. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ആണ് ആദ്യം നമ്മൾ എടുത്ത് പഠിക്കാൻ പോകുന്നത്. ഇതിനെ വിളിക്കുന്ന വേറെ രണ്ട് പേരുകളുണ്ട്. നെറ്റ് വർത്ത് മെത്തേഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്ന് അറിയപ്പെടുന്ന മെത്തേഡാണ് എന്ത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. മറക്കരുത്, നെറ്റ് വർത്ത് മെത്തേഡ്, ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്നുള്ള പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് അറിയപ്പെടുന്നുണ്ട്. ഇനി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് cannot be prepared as a nominal accounts are not main. അറിയാലോ നിങ്ങൾക്ക്, സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ എന്തുണ്ടാവും, നമുക്ക് റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് ആണ് തയ്യാറാക്കുന്നുണ്ടോ? ഇല്ല. ഇൻകം എക്സ്പെൻസുകളൊന്നും പ്രോപ്പർ ആയിട്ട് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ തരുന്നില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് cannot be prepared as nominal accounts are not main. എന്തുകൊണ്ടാണ് ഇത് ട്രേഡിംഗും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഒന്നും cannot be prepared? നമുക്ക് ഇവിടെ എന്തില്ല, നോമിനൽ അക്കൗണ്ട്സുകൾ, അതായത് ഇൻകവും എക്സ്പെൻസും ഒന്നും നമുക്ക് എന്തില്ല, പ്രോപ്പർ ആയിട്ട് ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് ആ അക്കൗണ്ടുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, തയ്യാറാക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ്. അപ്പൊ എങ്ങനെയായിരിക്കും, ഇൻകം എക്സ്പെൻസ് ഒന്നും ഇല്ല, തരുന്നില്ല, അധികം തരുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവിടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കാം? പഠിച്ചു വെച്ചോളണം. ഇവിടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നു, ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ഇത് കളയുന്നു. മറക്കരുത്, ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള സിംപിളസ്റ്റ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിന്റെ ഏതൊരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാലും അതില് ക്ലോസിംഗ് ക്യാപിറ്റൽ ആദ്യത്തെ ആയിട്ടായിരിക്കും, അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡിഡക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, മനസ്സിലാക്കി വെച്ചോളൂ. അപ്പൊ മനസ്സിലാക്കുക എന്താ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാടാ. ഒന്ന്, സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ആണ്.
നമുക്കതിൽ പ്രോഫിറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടി രണ്ട് വഴികളുണ്ട്. ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡും രണ്ടാമത്തെ കൺവേർഷൻ മെത്തേഡും. അതില് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് നമ്മൾ എന്തെന്ന് വിളിക്കും? നെറ്റ് വർത്ത് അല്ലെങ്കിൽ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ബിക്കോസ് നോമിനൽ അക്കൗണ്ട്സുകളൊന്നും ഇവിടെ തരുന്നില്ല. ഇനി എങ്ങനെയാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക? ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്തോളണം. ക്ലിയർ ആണല്ലോ? അടുത്തത് നോക്കിയ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ 1/4/2024 എമൗണ്ട് എത്രയെന്ന് പറയുന്നുണ്ട്? 1 lakh എന്ന് പറയുന്നുണ്ട്. അതുപോലെ ക്യാപിറ്റൽ ഓൺ 31/3/2025 അതേതാ? ക്ലോസിംഗ് അല്ലെ? 1/4/2024 ഓപ്പണിംഗ് ആണെങ്കിൽ എന്താ ക്ലോസിംഗ്? 31/3/2025 ആയിരിക്കും. അത് എത്രയാ? 1,25,000 പറയുന്നുണ്ട്. പറഞ്ഞ പ്രോഫിറ്റ് എത്രയാ? നമ്മുടെ ഇക്വേഷൻ എന്താ? ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. മറക്കരുത്. അപ്പൊ എത്രയാ? 1,25,000 മൈനസ് 1,00,000 രൂപ. ഇവിടുത്തെ പ്രോഫിറ്റ് എത്ര വന്നു? 25,000. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ടെക്സ്റ്റിലുള്ളതാണ്. അപ്പൊ മനസ്സിലായല്ലോ? ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ്. ഇനി നോക്കാം. therefore the business earned profit എത്രയാ? 25,000 during the year. അതാണ് ഇപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മേടിയേണ്ടി വരും അല്ലെ? നമുക്ക് നമ്മുടെ ഈ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് സിംഗിൾ എൻട്രി സിസ്റ്റം ആണെങ്കിലും നമ്മൾ ഡ്രോയിങ്സ്, ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി എമൗണ്ട് നമ്മൾ ഡ്രോയിങ് ചെയ്യാം. പിന്നെ കുറച്ച് അഡീഷണൽ ക്യാപിറ്റലൊക്കെ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഡിപ്രീസിയേഷൻസുകളൊക്കെ ഉണ്ടാവാനായിട്ട് സാധിക്കും. അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് ഐറ്റംസുകളൊക്കെ ഏതൊരു ചെറിയ വെട്ടിക്കടയാണെങ്കിലും ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെയധികം എന്താണ്? കൂടുതലായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സുകളും കാര്യങ്ങളും എന്താണെന്നുള്ളതാണ് എന്ത് ചെയ്യണത്? അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കാം. പ്രൊസീജിയർ ഓഫ് പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ പ്രൊസീജിയർ ആണ് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾ നോക്കാൻ ഇതിനെക്കാട്ടി എളുപ്പം ഇത് ഈ പറയുന്ന പോയിന്റുകൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ തരികയാണ്. അത് പഠിച്ചാൽ മതിയാവും. നോക്കാം. ക്ലോസിംഗ് ക്യാപിറ്റൽ ആദ്യം എടുത്ത് എഴുതാം. നമ്മൾ പഠിച്ചല്ലോ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യുക? ആദ്യം എടുത്ത് എഴുതാം. അപ്പൊ എമൗണ്ട് കോളത്തിൽ എത്രയാണ് എമൗണ്ട് എന്ന് പറഞ്ഞത് അത് എടുത്ത് എഴുതാം. അതിനോടൊപ്പം എന്ത് ആഡ് ചെയ്യണോടാ? ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. എന്ത് ആഡ് ചെയ്യണം? ഡ്രോയിങ്സ് നമ്മൾ ആഡ് ചെയ്തോളണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു എമൗണ്ട് നമുക്ക് അവിടെ കിട്ടും. അപ്പൊ നമ്മൾ അതിന് ആ എമൗണ്ട് ഇവിടെ എടുത്ത് എഴുതാം. ദെൻ ആ ഡ്രോയിങ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യനിൽ നോക്കുക, അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? അഡീഷണൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ടെങ്കിൽ മറക്കരുത്, അഡീഷണൽ ക്യാപിറ്റലിനെ ലെസ് ചെയ്ത് കളഞ്ഞോളണം. അഡീഷണൽ ക്യാപിറ്റല് ലെസ് ചെയ്ത് കളയുക. അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്ത് കളഞ്ഞ് കിട്ടുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്നാണ്. അപ്പൊ എന്താ പറഞ്ഞ? ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റൽ എടുക്കുന്നു, ആ ക്ലോസിംഗ് ക്യാപിറ്റലിനോടൊപ്പം ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു. അതിനോടൊപ്പം എന്ത് ലെസ് ചെയ്യുന്നു? അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് കിട്ടുന്നു. ഇനി അതിനോടൊപ്പം നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്ത് കളയാ? ലെസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ കിട്ടി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വഴി നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റുക? പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റുക. സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഇനി അഡീഷണൽ ആയിട്ട് നമുക്ക് ഡ്രോയിങ്സ്, അഡീഷണൽ ക്യാപിറ്റൽ ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട്. പഠിച്ച ഇപ്പൊ തന്നെ ഉറക്കം അനുസരിച്ച് പഠിച്ച ഫസ്റ്റ് വൺ ക്ലോസിംഗ് ക്യാപിറ്റൽ, അതിനോടൊപ്പം എന്ത് ഡ്രോയിങ്സ് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അതിനോടൊപ്പം എന്ത് ലെസ് ചെയ്യുന്നു? അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടുന്നു. ലെസ് എന്ത് ചെയ്യുന്നുടാ? ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യുന്നു. അപ്പൊ എന്ത് ആൻസർ എന്ത് കിട്ടി? പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ നമുക്ക് കിട്ടി. ഈ ഫോർമാറ്റ് ബൈ ഹാർട്ട് ആയത് നോട്ടിൽ എഴുതിയെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളണം? പഠിച്ചു കൊള്ളണം. നോക്കാം ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ, ക്ലോസിംഗ് ക്യാപിറ്റൽ, അതുപോലെ കറന്റ് ഇയർ ഡ്രോയിങ്സ്, അഡീഷണൽ ക്യാപിറ്റൽ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞ ആദ്യം ഏതായിട്ട് എടുക്കണോടാ? ഫസ്റ്റ് നമ്മൾ എന്തെടുക്കണം? ക്ലോസിംഗ് ക്യാപിറ്റൽ. കണ്ട ക്ലോസിംഗ് ക്യാപിറ്റൽ 80,000 നമ്മൾ എടുത്തു. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ എന്തെടുക്കണം? അതിൽ നിന്ന് നമ്മൾ എന്താ പഠിച്ചത്? ആഡ് ഡ്രോയിങ്സ്. ക്വസ്റ്റ്യനിൽ നോക്കിയ ഡ്രോയിങ്സ് എത്രയാ? 6,000 ആണ്. കണ്ട ആൻസറിലേക്ക് നോക്കിക്കോ. ഡ്രോയിങ്സിന് 6,000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് പഠിച്ചു? ലെസ് അഡീഷണൽ ക്യാപിറ്റൽ. എത്രയാ ക്വസ്റ്റ്യനിൽ അഡീഷണൽ ക്യാപിറ്റൽ എടുക്കുന്നത്? 10,000. നമ്മൾ എന്ത് ചെയ്തു? ആൻസറിൽ നോക്ക്. അഡീഷണൽ 10,000 നമ്മൾ ഇവിടെ ലെസ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ലെസ് ചെയ്ത് കാണിച്ചു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 76,000 കിട്ടി. ഇനി എന്ത് ചെയ്യണം? അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിട്ടുള്ള നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാ? ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിട്ടുള്ള 50,000 അതിൽ നിന്ന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ആൻസർ നോക്കിക്കോ. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ലെസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയടാ? പ്രോഫിറ്റ് എന്ന് പറഞ്ഞ്
26,000 രൂപ നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ? ഫോർമാറ്റ് പഠിക്കുന്നു, നേരെ ഐറ്റംസുകൾ പറക്കി പറക്കി എടുത്ത് എഴുതുന്നു, ആൻസറിലേക്ക് എത്തുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, തെറ്റിക്കരുത്. ക്ലിയർ? ഫസ്റ്റ് എന്താണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ എടുത്ത് എഴുതുന്നു, അതിനോടൊപ്പം ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു, അതിനോടൊപ്പം ലെസ് അഡീഷണൽ ക്യാപിറ്റൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും. അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദ ഇയർ നമുക്ക് കിട്ടി. വളരെ വ്യക്തമായി മനസ്സിലായല്ലോ? മറക്കരുത്, ആ ഫോർമാറ്റ് പഠിക്കുന്നു, ഐറ്റംസുകൾ എടുത്ത് എഴുതുന്നു. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് നമുക്ക് നോക്കാം. ഇനി ഒരു കാര്യം പറയണം. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആദ്യം എന്ത് ചെയ്തു? നമുക്ക് തന്നായിട്ട് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്തു, അതൊരു വേ. ഇനി പറഞ്ഞു ഡ്രോയിങ്സ് തരുന്നു, അഡീഷണൽ ക്യാപിറ്റൽ ഒക്കെ തരികയാണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ഫോർമാറ്റ് വഴി നമ്മൾ അത് പഠിച്ചു. ഇനിയും കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് പറയുകയാണ്, ചിലപ്പോൾ വെൻ എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ആർ ഗിവൻ, ചിലപ്പോൾ എന്ത് ചെയ്യൂടെ നമ്മുടെ ചെറിയ ബിസിനസ് സ്ഥാപനത്തിലെ കുറച്ച് എക്സ്പെൻസുകളും കുറച്ച് ഇൻകംസുകളൊക്കെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യാം? തരാം. ആ ഇൻകവും എക്സ്പെൻസും ഏതാന്നുള്ളത് ബയാട്ടാക്കിയിട്ട് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്തോളണം? പഠിച്ചു വെച്ചോളണം. ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മൾക്ക് എന്ത് കിട്ടുക? ഗ്രോസ് പ്രോഫിറ്റിന്റെ കൂടെ ഡിഡക്റ്റ് ചെയ്യേണ്ട കുറച്ച് ഐറ്റംസുകൾ ഉണ്ട്. എക്സ്പെൻസുകളായിട്ടുള്ള ഐറ്റംസുകളാണ് അത് കൂടുതൽ വരുന്നത്. നോക്കാം. പ്രൊപ്പറേറ്റർ സാലറി, പ്രൊപ്പറേറ്ററിന്റെ സാലറി എന്ത് ചെയ്യണം? പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ട് ചെയ്തോളണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നമ്മൾ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണടാ? ലെസ് ചെയ്തോളണം. ഡിഡക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ലെസ് ചെയ്തോളണം. അടുത്തത് ബാഡ് ഡെബ്റ്റ്സ് ഉണ്ടെങ്കിൽ അതിനെയും പിടിച്ച് ലെസ് ചെയ്തോളണം. ഡിസ്കൗണ്ട് അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവർക്ക് ഡിസ്കൗണ്ട് അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്തോളണം. ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? ലെസ് ചെയ്തോളണം. പിന്നെ റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, എന്താണ്? നമ്മൾ ഡെപ്റ്റേഴ്സിന് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ള റിസർവ്സുകൾ ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ, എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്യണം. ഇനി ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. എന്തിൽ നിന്ന്? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പൊ ഈ ഐറ്റംസുകൾ നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് ഒരു 5, 6, 7 തവണ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചോളണം. എന്നിട്ട് പ്രോബ്ലം ചെയ്താൽ വേഗം ചെയ്യാനായിട്ട് സാധിക്കും. മറക്കരുത്, ഡിഡക്റ്റ് ഗ്രോസ് പ്രോഫിറ്റിന് ഡിഡക്ട് ചെയ്യുന്ന ഐറ്റംസ് ഏതൊക്കെ? പ്രൊപ്പറേറ്റർ സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ബാഡ് ഡെപ്റ്റ്, ഡിസ്കൗണ്ട് അലൗഡ്, ഡിപ്രീസിയേഷൻ, റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആൻഡ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ലെസ് ചെയ്യേണ്ട ഐറ്റം കിട്ടി. അപ്പൊ അവിടെ എന്ത് ചെയ്യേണ്ട ഐറ്റം ഉണ്ടാവും? ആഡ് ചെയ്യേണ്ട ഐറ്റംസുകൾ ഉണ്ടായിരിക്കും. ആഡ് ചെയ്യേണ്ട ഐറ്റംസുകൾ കുറച്ചേ ഉള്ളൂ, വേഗം പഠിച്ചോളാ. ഡിസ്കൗണ്ട് റിസീവ്ഡ്, നമുക്ക് ഡിസ്കൗണ്ട് റിസീവ് ചെയ്തിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഡ്രോയിങ്സിന്റെ ഇൻട്രസ്റ്റ്. ദെൻ റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റ്, അവിടെ ഡെപ്റ്റേഴ്സ് ആണെങ്കിൽ ഇവിടെ ക്രെഡിറ്റേഴ്സ്. പ്രീപെയ്ഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നാലും പ്രോഫിറ്റിനോടൊപ്പം ആഡ് ചെയ്തോളണം. മനസ്സിൽ തറച്ചു വെച്ചോ. പ്രീപെയ്ഡ് എക്സ്പെൻസസ്, എന്ത് പ്രീപെയ്ഡ് എക്സ്പെൻസ് തന്നാലും എന്ത് ചെയ്യണോടാ? ആഡ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകംസുകളും കൂടി എന്ത് ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റിനോടൊപ്പം ആഡ് ചെയ്തോളണം. ക്ലിയർ ആണല്ലോ? ആഡ് ചെയ്യേണ്ട, ലെസ് ചെയ്യേണ്ട ഐറ്റം. ഇനി നമുക്ക് നോക്കാം ഇതിന്റെ ഒരു പ്രൊഫോമ, ഒരു സ്റ്റേറ്റ്മെന്റ്. നമ്മൾ നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചതുപോലെ ഈ ഐറ്റംസുകൾ ഇൻകവും എക്സ്പെൻസും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു സ്റ്റേറ്റ് പ്രൊഫോമ നമ്മൾ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആണ്. നോക്കുക. ഫസ്റ്റ് എപ്പോഴും എന്താ? നമ്മുടെ രാജാവായിട്ടുള്ള ക്ലോസിംഗ് ക്യാപിറ്റൽ എടുത്ത് എഴുതിക്കൊള്ളണം. പിന്നെന്താ? ആഡ് ഡ്രോയിങ്സ്, നമ്മളെന്നെ ആദ്യത്തെ അതേ സ്റ്റെപ്പ് തന്നെ. ആഡ് ഡ്രോയിങ്സ്, അതുപോലെ തന്നെ ലെസ് അഡീഷണൽ ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അഡീഷണൽ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് എന്ത് കിട്ടുകയാണ്? അവിടെ കിട്ടുകയാണ്. ദെൻ അതുപോലെ ഇവിടെ എന്താ വരിക? അഡീഷണൽ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടുകയാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണോടാ? ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ പഠിച്ച അതേ ഫോർമാറ്റ് തന്നെ, ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പ്രോഫിറ്റ് ആൻഡ് ലോസ് കിട്ടി. അപ്പൊ സത്യം പറഞ്ഞാൽ ഇത്രയും വരെ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് വരെ കിട്ടിക്കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇപ്പൊ എന്താ പഠിച്ചത്? പ്രോഫിറ്റിനോടൊപ്പം ചില കാര്യങ്ങൾ ആഡ് ചെയ്യാനും ചില കാര്യങ്ങൾ ലെസ് ചെയ്യാനും ഉണ്ട്. ഏതൊക്കെയാ ആഡ് ചെയ്യേണ്ടത്, ലെസ് ചെയ്യേണ്ടത്? ലെസ് ചെയ്യേണ്ടത് ഏതാ? ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്, ദെൻ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. മറക്കരുത്. ഏതൊക്കെ കാര്യങ്ങൾ? ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ അല്ലടാ, പ്രൊവിഷൻ ആണ് കേട്ടത്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്നല്ല നമുക്ക് ലെസ് ചെയ്യേണ്ടതായിട്ടുള്ള ഐറ്റംസുകളാണ്. പിന്നീട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ. ഇങ്ങനെ പറയുന്ന എക്സ്പെൻസുകൾ എന്ത് ചെയ്യണം? നമ്മൾ
പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യണം, മിക്ക എക്സ്പെൻസുകൾ എന്ത് ചെയ്യണോടാ, ലെസ് ചെയ്യണം. ക്ലിയർ ആണല്ലോ. ഇനി ഇൻകം ആഡ് ചെയ്യേണ്ട ഇൻകംസുകൾ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കുറച്ച് ഐറ്റംസുകളൊക്കെ ഏതെങ്കിലും അസറ്റിന്റെ അപ്രീസിയേഷൻ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകംസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പ്രീപെയ്ഡ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഏത് എക്സ്പെൻസുകളും നമ്മൾ ആഡ് ചെയ്തോളണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് നമുക്ക് എന്ത് കിട്ടും, അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഗ്രോസ് പ്രോഫിറ്റിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ലെസ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഐറ്റംസുകളൊന്ന് മനസ്സിലാക്കി വെച്ചോളണം. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആ ഐറ്റംസ് നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ മനസ്സിലാവും. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് അവിടെ എന്ത് ചെയ്യണം, എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലേക്ക് പോയാലോ. ഇപ്പൊ ഓൾറെഡി നിങ്ങൾ എന്തൊക്കെ പഠിച്ചു, അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. നോക്കാം, ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഷാൻ കീപ്സ് ഈസ് ബുക്ക് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. ഹി പ്രൊവൈഡ് യു ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. കാൽക്കുലേറ്റ്. ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിയ എന്ത് കണ്ടുപിടിക്കണം എന്നുള്ളത് നോക്കാം. അണ്ടർലൈൻ ചെയ്തിട്ട് കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ഇയർ എൻഡിങ് 31/3/2025. നെറ്റ് പ്രോഫിറ്റ് ആണ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്തുമെന്ന് തുടങ്ങണം, മറക്കരുത്. ഒരു മാർക്ക്, അര മാർക്ക് അവിടെ വീണ്. എന്തുമെന്ന് തുടങ്ങണം, ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് തുടങ്ങണം. ഒന്നും നോക്കാനില്ല, പോരെ. ക്ലോസിംഗ് ക്യാപിറ്റൽ നേരെ എടുത്ത് എഴുതിക്കോ, 1,50,000 രൂപ അല്ലെ. ക്ലോസിംഗ് ക്യാപിറ്റൽ 1,50,000. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ മനസ്സിലാക്കുക, ക്വസ്റ്റ്യനിൽ ഡേറ്റ് നോക്കണം. ഇവിടെ നോക്കിയേ, 1/4/2024 എന്ന് പറഞ്ഞത് എന്ത് ക്യാപിറ്റൽ ആയിരിക്കും, ഞാൻ പറ, എല്ലാരും മനസ്സിൽ പറഞ്ഞിട്ടായിരിക്കും. ഇതെന്താ, ഓപ്പണിംഗ് അല്ലെ, സ്റ്റാർട്ടിങ്. ഇപ്പോഴും ഫിനാൻഷ്യൽ ഇയർ 1 April 2000, 1 April ആണ് സ്റ്റാർട്ട് ചെയ്യുക. എൻഡ് ചെയ്യണത് എപ്പോഴാ, മാർച്ചിലായിരിക്കും. ക്ലിയർ. അപ്പൊ ഇത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ്. ഇതാണ് എന്തെന്ന് പറഞ്ഞാല് ക്ലോസിംഗ്. ഇവിടെ തെറ്റിയ കണക്ക് മൊത്തം തെറ്റിപ്പോയി. അപ്പൊ 31/3/2025 ക്ലോസിംഗ്. എത്ര രൂപയുടെ, 1,50,000. അതാണ് ആൻസറിൽ. ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റൽ 1,50,000 എടുത്ത് എഴുതി. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആഡ് ഡ്രോയിങ്സ്. അതിനോടൊപ്പം എന്ത് ചെയ്തോളണം, ഡ്രോയിങ്സ് ആഡ് ചെയ്തോളണം. നമ്മുടെ ഡ്രോയിങ്സ് എത്രയാ, ഡ്രോയിങ്സ് ഫോർ ഡ്യൂറിംഗ് ദി ഇയർ 12,000 രൂപ, 12,000 രൂപ. സോ നമ്മൾ എന്ത് ചെയ്തു, 12,000 ഇതിനോടൊപ്പം ആഡ് ചെയ്തു. നമ്മൾ 1,62,000 എന്ന് പറഞ്ഞു കിട്ടി. അടുത്തായിട്ട് എന്താ, ലെസ് അഡീഷണൽ ക്യാപിറ്റൽ. ക്വസ്റ്റ്യനിൽ നോക്കി അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടോ നോക്കുക, അവിടെ പറഞ്ഞിട്ടുണ്ട് അഡീഷണൽ ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദ ഇയർ എത്ര രൂപയാ, 20,000. നമ്മുടെ ആൻസറിലേക്ക് വരാം. ആൻസറിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്, 20,000 കുറച്ചു, 1,42,000 ആയി. ഇതിനെ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്നുള്ള പേരിൽ നമ്മൾ വിളിക്കുമെന്ന് പറഞ്ഞു. ക്ലിയർ ആണല്ലോ, ഇതുവരെ ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യും ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. എത്രയാ ഓപ്പണിംഗ് ക്യാപിറ്റൽ, 1/4/2024 1,00,000 രൂപ ഓപ്പണിംഗ് ക്യാപിറ്റൽ. അത് എന്ത് ചെയ്തോളണം, കുറച്ചങ്ങോട്ട് കളഞ്ഞോളണം. നമുക്ക് എന്ത് കിട്ടിയടാ, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി, 42,000 രൂപ. ഗ്രോസ് പ്രോഫിറ്റ് ആണോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ക്വസ്റ്റ്യൻ നോക്കിയേ, എന്ത് കണ്ടുപിടിക്കണം, നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇനി എന്തൊക്കെ ഐറ്റം തന്നിട്ടുണ്ട് നോക്കുക. എന്തൊക്കെ തന്നിട്ടുണ്ടടാ, റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് അല്ലെ. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി, പ്രീപെയ്ഡ് ഇൻഷുറൻസ് തന്നില്ലേ, ഇൻകംസുകളും കുറച്ച് തന്നിട്ടുണ്ട്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനെന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്തോളണം. അപ്പൊ ഇതിൽ എക്സ്പെൻസ് ആയിട്ട് വരുന്ന ഐറ്റം ഏതാണ്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി. സാലറി ബാക്കി നിൽക്കുന്നുണ്ട് അല്ലെ. ക്വസ്റ്റ്യൻ നോക്കിയ ഔട്ട്സ്റ്റാൻഡിങ് സാലറി, സാലറി കൊടുക്കാനായിട്ട് ബാക്കി നിൽക്കുകയാണ്. ഇതെന്താണ്, എക്സ്പെൻസ് ആണ്, 8,000 രൂപ. നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻസിനെ നമ്മൾ എന്താ പഠിച്ചത്, ആഡ് ആണോ ലെസ് ആണോ, ലെസ് ചെയ്യണം എന്നാണ് പഠിച്ചത്. അപ്പൊ നിങ്ങൾ നോക്കിയ ആൻസറില് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എത്ര രൂപയാണ്, 8,000. അപ്പൊ അത് എന്തായി മാറി, 34,000 ആയി മാറി. ഇനി ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കിയാൽ വേറെ ഏതെങ്കിലും എക്സ്പെൻസ് അവിടെ കിടക്കുന്നുണ്ടോ, പ്രീപെയ്ഡ് ഇൻഷുറൻസ്. പ്രീപെയ്ഡ് വന്നാൽ ആഡ് ആണ്, ഞാൻ പറഞ്ഞിരുന്നു പ്രീപെയ്ഡ് വന്നാൽ ആഡ് ചെയ്യേണ്ട ഐറ്റം ആണ്. സോ ഇത് നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. പിന്നെ റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, റെന്റ് ഡ്യൂ ആയിട്ടുണ്ട് പക്ഷെ നോട്ട് റിസീവ്ഡ് ആണ്. അതെന്താണ്, അതും ആഡ് ചെയ്യേണ്ട ഐറ്റം ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ റെന്റ് ഡ്യൂ ആയിട്ടുണ്ട് പക്ഷെ നമുക്കത് റിസീവ് ചെയ്തിട്ടില്ല, ഡ്യൂ ആയിട്ടുണ്ട് അത് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ അതെന്താണ്, ആഡ് ചെയ്യേണ്ട ഐറ്റം ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ രണ്ടായിട്ട് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റിനോടൊപ്പം ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അപ്പൊ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുക, റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. കാരണം ഇതൊരു ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഇൻകം ആണ്, റെന്റ് ഡ്യൂ ആയിട്ടുണ്ട് അത് നമുക്ക് റിസീവ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആണ്. ഇൻകം നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ആഡ് ചെയ്യേണ്ട ഐറ്റം നമ്മൾ ഇന്നർ കോളത്തിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസും റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് നമ്മൾ എന്ത് ചെയ്തുകൂടാ, ഇന്നർ കോളത്തിൽ ഇട്ടു. അത് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ
34,000 9,000 നമ്മൾ ആഡ് ചെയ്തു, 43,000 കിട്ടി. ഇതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇതിനെന്തെന്ന് വിളിക്കുന്നു? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നു. ക്ലിയർ ആണല്ലോ? പറഞ്ഞ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ? കണ്ടോ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആ ഫോർമാറ്റ് വ്യക്തമായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നോക്കി ഓരോ ഐറ്റവും മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എഴുതാനായിട്ട് സാധിക്കും. മറക്കരുത് ഫോർമാറ്റ് എന്ന് പറഞ്ഞാ ഫസ്റ്റ് ക്ലോസിംഗ് ക്യാപിറ്റൽ, ദെൻ എന്ത് ചെയ്യണം? ആഡ് ഡ്രോയിങ്സ് ലെസ് അഡീഷണൽ ക്യാപിറ്റൽ. നമുക്ക് എന്ത് കിട്ടി? അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടി. അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. അതിൽ നിന്ന് എക്സ്പെൻസുകൾ കുറയ്ക്കണം. നമ്മൾ കുറച്ച് ഐറ്റംസുകൾ നോട്ടിൽ തന്നിട്ടുണ്ടായിരുന്നു, ആ എക്സ്പെൻസുകളൊക്കെ കുറച്ചോളണം. ആഡ് ഇൻകംസ്, അതിൽ പ്രീപെയ്ഡ് വരുമ്പോഴും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വരുന്ന റെന്റ് ഡിവൈഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഇൻകംസുകളാണ്. അതിനൊക്കെ നമ്മൾ ആഡ് ചെയ്തോളണം. അത്രയും കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഐറ്റം നമുക്ക് കിട്ടി. നമുക്ക് അവിടെ 5 6 മാർക്കും എന്ത് ചെയ്യാൻ പറ്റി? അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു. എങ്ങനെയുണ്ട് ക്ലാസ്? ഓക്കെ അല്ലേ? ഇതുപോലെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ അടിപൊളിയായിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടാവുക. ഒരു ടോപ്പിക് കൂടി എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ തിയറിക്ക് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു വ്യത്യാസം എന്താ? ഇത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ളതാണ്. നോക്കാം, ഇറ്റ് ഈസ് എൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ആണ്. പക്ഷെ ഇതെന്താണ്? ഇറ്റ് ഈസ് എൻ സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരയ്ക്കുന്ന ഒരു പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അടുത്തത്, ഇറ്റ് ഈസ് പ്രിപ്പയർ അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം. ഞാൻ പറഞ്ഞു ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർ അണ്ടർ ദി സിംഗിൾ എൻട്രി സിസ്റ്റം ആണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് സ്റ്റാർട്ട് വിത്ത് ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ലോസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി ഇറ്റ് ഷോ എക്സാക്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ എപ്പോഴും പഠിച്ചു ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആയിരിക്കും എക്സാക്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തരിക. പക്ഷേ ഈ ഡസ് നോട്ട് ഷോ ദി എക്സാക്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അവിടെ നമുക്ക് എക്സാക്ട് ഒന്നും കിട്ടില്ല. കാരണം നമുക്ക് കറക്റ്റ് തന്നിരിക്കുന്ന ഡാറ്റയിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എല്ലാ ഇൻകം എക്സ്പെൻസും അവിടെ എന്ത് ചെയ്യില്ല, തരുന്നില്ല. അടുത്ത്, ഇറ്റ് ഗീവ്സ് ദി റീസൺ ഫോർ ഏർണിംഗ് പ്രോഫിറ്റ് ഇൻ ഇൻക്വയറിംഗ് ലോസ്. ഇത് എന്തുകൊണ്ടാണ് അത് ലോസ് ആയത്, അതിന്റെ റീസൺ കറക്റ്റ് ആയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഇറ്റ് ഡസ് നോട്ട് ഗിവൻ ദി റീസൺ ഫോർ ഏർണിംഗ് പ്രോഫിറ്റ് ഓർ ഇൻകം ഓർ ഇൻക്വയറിംഗ് ദി ലോസ്. ലോസ് ഒക്കെ എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള കാരണം ഇവർ എന്ത് ചെയ്യുന്നില്ല, പറഞ്ഞു തരുന്നില്ല. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം. ഇറ്റ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് പർച്ചേസ്, സെയിൽസ്, റിട്ടേൺ ആൻഡ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ഇൻകം ഫോർ അസർട്ടൈനിങ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഓഫ് പർച്ചേസ്, സെയിൽസ്, റിട്ടേൺസ്, ഓൾ എക്സ്പെൻസസ്, ഇൻകംസുകളൊക്കെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്തില്ല, എല്ലാതും ഇല്ല. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ്, ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ പ്രോഫിറ്റ് ആണ് ലോസ് ആണെന്ന് കാണുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദി ലെഡ്ജർ അക്കൗണ്ട്സ് ബാലൻസ് ഓൺലി. ഇത് ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ഓൺലി വെച്ചിട്ടാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. മറ്റേത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദി ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ആൻഡ് പാർഷ്യലി ഫ്രം ദി എസ്റ്റിമേറ്റ്. ഇതിൽ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ഉണ്ട്, ചിലതിന്റെ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ഉണ്ട്, പിന്നെ പാർഷ്യലി ഫ്രം എസ്റ്റിമേറ്റ് ആണ്. കുറച്ചൊക്കെ നമ്മുടെ ഒരു എസ്റ്റിമേഷൻ ആണ്. പിന്നെ ഫിസിക്കൽ വെരിഫിക്കേഷൻ, മെമ്മറി വഴിയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ നമ്മൾ അത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെച്ചോളണം. അപ്പൊ നിങ്ങളിത് പ്രോപ്പർ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ഈ നമ്പർ ഇട്ടാലൊരു തെറ്റുണ്ട്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ ആ പോയിന്റ് തന്നെ പഠിക്കുക. 1 2 3 4 5 6 7 ഡിഫറൻസുകളാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തമ്മിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ടെക്സ്റ്റിലുള്ള അതേ തിയറി തന്നെയാണ്, അതിൽ ടേബിൾ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ട്. അപ്പൊ മക്കളെ, എങ്ങനെയുണ്ട് ക്ലാസ്? ഓക്കെ ആണല്ലോ? സാറ്റിസ്ഫൈഡ് ആണല്ലോ? നിങ്ങൾ കമന്റ് ഒക്കെ ഇടുക. നിങ്ങൾക്ക് ഓക്കെ ആണ്, കൂടുതൽ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് നിങ്ങൾ അറിയിക്കുക. ക്ലാസ് കണ്ടാൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സുകളൊക്കെ ചെയ്യാനൊക്കെ നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പൊ യൂട്യൂബിലൊക്കെ കാണുന്ന കുട്ടികളുണ്ട് വെച്ചെങ്കിൽ അതൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എല്ലാത്തിന്റെ ക്ലാസ്സും വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയൊരു ഫീസ്, നമ്മൾ ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എത്ര പൈസ കളയുന്നുണ്ടോ? നമ്മളൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, പഠിപ്പിക്കാൻ വരുന്നവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പൈസ നിങ്ങളെ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നുള്ളൂ. പുറത്തൊക്കെ ട്യൂഷനൊക്കെ ഒരു ക്ലാസ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ 2500, 3000, 4000 രൂപ വരെ ഫീസുകൾ വാങ്ങുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമ്മളൊരു ചെറിയ രീതിയിലുള്ള ഒരു ഫണ്ട് മാത്രം വാങ്ങിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ക്ലാസ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. ഇനി എന്ത് ഇമ്പ്രൂവ്മെന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് സജഷൻ ആയിട്ട് നമ്മളോട് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആ കാര്യം നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ട് അടുത്ത ക്ലാസ് നിങ്ങൾക്ക് അങ്ങോട്ട് തരിക. അതാണ് നമ്മുടെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത രീതിയിൽ ക്ലാസ് തരിക എന്നുള്ളത് നമ്മുടെ ഒരു പോളിസി തന്നെയാണ്. അപ്പോൾ
താല്പര്യമുള്ള വിദ്യാർത്ഥികളൊക്കെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും അക്കൗണ്ടിങ്ങിന് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാടാ അതിന്റെ ബാക്കിയായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.